നമസ്കാരം. ശിവടിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഠിക്കാനുള്ളത് BA BSc 4th സെമസ്റ്ററിൻ്റെ പാഠപുസ്തകത്തിലെ കിരാതം ഓട്ടംതുള്ളലാണ്. അതിൻ്റെ നമുക്ക് കിരാതം ഓട്ടംതുള്ളൽ എഴുതിയത് പ്രാചീന കവിത്രയത്തിലെ പ്രമുഖനായ ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് പ്രാചീന കവിത്രയത്തിലെ പ്രമുഖനായ കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ, ഐതിഹ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലോ. ചാക്യാരോട് ഒപ്പം ഇരുന്ന് മിഴാവ് പൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറങ്ങിപ്പോയപ്പോൾ ചാക്യാർ കളിയാക്കിയതുകൊണ്ടാണ് തുള്ളൽ പ്രസ്ഥാനം ആവിർഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്പ്യാരെ കുറിച്ച് പറയുന്നത് നമ്പ്യാർ അല്ലെങ്കിൽ പിതാവ് നമ്പ്യാരാണെന്നോ ഒക്കെ ഒരു പക്ഷമുണ്ട്. ഐതിഹ്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം നമ്പ്യാർ പിന്നീട് തിരുവനന്തപുരത്തേക്ക് വന്നതായിട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായിട്ട് ബന്ധം സ്ഥാപിച്ചതുമായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണഗാഥയ്ക്ക് ശേഷം ധാരാളം മലയാള പദങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ കൃതിയാണ് എഴുത്തച്ഛൻ്റെ തുള്ളൽ കൃതികൾ. അന്നത്തെ കാലത്ത് സമൂഹത്തിൽ കണ്ട ജീർണതകൾ തൻ്റെ കാവ്യങ്ങളിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് തൂലിക പടവാളാക്കിയ കവിയെന്നും കവിത ചാട്ടവാറാക്കിയ കവിയെന്നും ഒക്കെ നമ്പ്യാരെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിലെ പ്രത്യേകതകൾ ഫലിതവും പരിഹാസവുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ കിരാതം ഓട്ടംതുള്ളലില് മഹാഭാരത വനപർവ്വത്തിൽ ഉള്ള കിരാതാർജുനീയം കഥയാണ് നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ തുള്ളലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പാണ്ഡവരുടെ വനവാസ കാലത്ത് വ്യാസന്റെ ഉപദേശപ്രകാരം അർജുനൻ ദിവ്യാസ്ത്രം ലഭിക്കാനായിട്ട് ശിവനെ തപസ് ചെയ്യുന്നു. തുടർന്നിട്ടും ശിവൻ അവനിൽ പ്രസാദിക്കുന്നില്ല. അപ്പോൾ പാർവതി അർജുനന്റെ വിഷമാവസ്ഥ കണ്ട് ശിവനോട് ചെന്ന് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. പക്ഷേ ശിവൻ പറയുന്നത് ഈ പാണ്ഡവന്റെ ഗർവ് ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയാണ് താൻ അവന് ഇത്രയും കഠിനമായി തപസ് ചെയ്തിട്ടും ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാത്തത്. അവനെ കുറെ കൂടെ ഒന്ന് പരീക്ഷിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ശിവന്റെ ഭൂതഗണങ്ങൾ കാട്ടാളന്മാരായിട്ട് വേഷം മാറി ഈ അർജുനന് ചുറ്റും ചെന്ന് അവരൊരുപാട് വനത്തിൽ വേട്ടയൊക്കെ നടത്തുന്നു. അതിൻ്റെ അവസാനം ഒരു പന്നിയുടെ അവകാശത്തെ ചൊല്ലി വേഷം മാറിയ ശിവനും അർജുനനുമായിട്ട് ഒരു സമരം തന്നെ നടന്നു. അവസാനം കാട്ടാളൻ സാധാരണക്കാരനല്ലെന്ന് മനസ്സിലാക്കിയ അർജുനൻ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ തന്നോട് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ശിവൻ വിശ്വരൂപം പൂണ്ട് പാണ്ഡവപുത്രനെ അനുഗ്രഹിച്ച് ദിവ്യാസ്ത്രങ്ങൾ നൽകി. അപ്പൊ ഈ കഥയാണ് തുള്ളൽപ്പാട്ടിനായി നമ്പ്യാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം ആരംഭിക്കുന്നത് കഠിന തപസ്സിൽ തുടരുന്ന അർജുനനോട് ശിവൻ യാതൊന്നും പ്രസാദിക്കാതിരിക്കുന്ന കാണുമ്പോൾ പാർവതി ശിവനോട് പറയുന്നതാണ്, തിരുവുള്ളം ഉണ്ടെങ്കിൽ താമസിയാതെ നരന് വരം നൽകണം. അതായത് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവന് വരം നൽകണം. അരയ്ക്കാൽ നാഴിക പോലും ഇളച്ചങ്ങ് ഇരുന്നു പോയാൽ തരക്കേട് വന്നുകൂടുമേ സുരവര പതി രുതേ. അതായത് അപ്പൊ പാർവതി തന്റെ ഭർത്താവായ പരമശിവനോട് ചെന്ന് അർജുനന് വേണ്ടി പറയുകയാണ്, അല്ലെങ്കിൽ അപേക്ഷിക്കുന്നതാണ് നമുക്ക് തുടക്കം, നമ്മുടെ പാഠഭാഗം തുടങ്ങുന്ന ഭാഗം. തിരുവുള്ളം ഉണ്ടെങ്കിൽ, അങ്ങേക്ക് അല്പമെങ്കിലും മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ താമസിയാതെ ആ നരന്, ആർക്കാണ്, അർജുനന് വരം നൽകണം. അത് അരക്കാൽ നാഴിക പോലും താമസിച്ചിരുന്നാൽ തരക്കേടാണ്. സുരവര പതിനുതേ പദ, അതായത് സുരവരനാണ് ദേവേന്ദ്രന്മാരുടെ കുലത്തിന് അധിപതിയായിട്ടുള്ള അങ്ങ് എത്രയും പെട്ടെന്ന് അർജുനന് വരം നൽകണം. അപ്പൊ ഗിരിവര മകളുടെ കളവചനം, ഗിരിവരൻ ഗിരിശ്രേഷ്ഠൻ. ഇപ്പോൾ ഹിമാലയത്തിന്റെ പുത്രിയാണല്ലോ പാർവതി, ഗിരിവരന്റെ മകളാണല്ലോ പാർവതി. അപ്പൊ പാർവതിയുടെ കളവചന മനോഹരമായ വാക്ക് കേട്ട് പുരമഥനൻ ത്രിപുരന്മാരെ മഥിച്ചവനായ ശിവൻ സരസമോട് വചനമരളി മുത, അതായത് വളരെ സരസമായി അതിന്റെ ഉത്തരം പറഞ്ഞു. സരസി ജായത ദലസമനയനെ, താമരയുടെ ദളം പോലെ നീണ്ട കണ്ണുകളോട് കൂടിയുള്ള സുന്ദരി, സുരവരസുതനുടെ മനസ്സിൽ മതം പെരുതത് കരുതുക ഗിരി തനയ. സുരവരസുതൻ സുരന്മാരുടെ ദേവേന്ദ്രൻ ആണ്, ദേവന്മാരുടെ ഇന്ദ്രൻ അധിപതിയായ ദേവേന്ദ്രന്റെ സുതന്റെ മനസ്സിൽ മതമുണ്ട്, അഹങ്കാരമുണ്ട്. അത് നീ മനസ്സിലാക്കുക ഗിരിതനയെ, പർവ്വതത്തിന്റെ മകളായവളെ എന്ന് പറയുന്നു. പരവശം അവനൊരു തരുമ്പുമില്ല, പരവശം തളർച്ച അവൻ അല്പം പോലും ഇല്ല. ഇത്രയൊക്കെ തപസ് ചെയ്തിട്ട് അവന് തളർച്ചയൊന്നുമില്ല.
കരളിൽ അഹമ്മതിക്കും കുറവില്ല. പിന്നെ അവന്റെ വേറൊരു പ്രത്യേകത എന്താണ്? അവന്റെ കരളിലുള്ള അഹമ്മതിക്ക്, അഹങ്കാരത്തിനും ഒരു കുറവില്ല. എന്തൊക്കെയാണ് ഇനി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നതാണ്. അതായത് എന്തൊക്കെയാണ് അർജുനനുള്ള അഹങ്കാരങ്ങൾ എന്ന് ശിവൻ പറയുന്നത്? സുരകുര വരനുടെ തനയനെന്നും, അതായത് ദേവേന്ദ്രന്റെ മകനാണെന്നുള്ളൊരു അഹങ്കാരമുണ്ട്. സരസിജ ശരനുടെ സദൃശൻ, കാമദേവന്റെ സദൃശനെന്നുണ്ട്. സരസി ചരിതങ്ങളിൽ മിടുക്കനെന്നും, അതായത് വാക് സാമർഥ്യമുള്ളവനാണെന്ന് അവന് അഹങ്കാരമുണ്ട്. മരുത്തിന്റെ മകനുടെ സഹജനെന്നും, മരുത്ത് വായുവിന്റെ മകനായ ഭീമന്റെ കൂടെ പിറന്നവനാണ്, സഹോദരനാണെന്നുള്ള ഒരു ചിന്തയുണ്ട്. കുരുപതികളിൽ ഏറ്റവും പ്രസിദ്ധനെന്നും, കൗരവന്മാരിൽ ഏറ്റവും പ്രസിദ്ധനാണെന്നൊരു അഹങ്കാരമുണ്ട്. മരുത്തിന്റെ മകനേക്കാൾ വലിപ്പനെന്നും, അതായത് വീണ്ടും ഭീമനെ കുറിച്ച് പറയുന്നു, പുത്രനേക്കാൾ വലിപ്പമുള്ളവനാണെന്നും. കരുത്തുള്ള പരീക്ഷയിൽ അധീശനെന്നും, കരുത്തുള്ളവന്മാരിൽ ഏറ്റവും മുൻപന്തിയിലാണെന്നും. ഗുരുത്വമുള്ളവരിൽ പ്രഥമനെന്നും, ഗുരുത്വത്തിലും ഏറ്റവും ഒന്നാമതാണെന്നും. കരത്തിൽ വില്ലെടുത്തവരിൽ പ്രമുഖനെന്നും, കയ്യിൽ വില്ലെടുത്ത് അമ്പെയ്യുന്ന എല്ലാവരെക്കാളും ഒന്നാമനാണെന്നും. ഗുരുക്കന്മാരെക്കാട്ടിൽ പ്രഥിതനെന്നും, ഗുരുക്കന്മാരെക്കാൾ പ്രസിദ്ധനാണെന്നും. നരകമഥനനുടെ സഖിത്വമെന്നും, നരകമഥനൻ എന്നിവിടെ ഉദ്ദേശിക്കുന്ന കൃഷ്ണനെയാണ്, കൃഷ്ണന്റെ സഖിയാണെന്നും. നരപതികളിൽ ഏറ്റവും പ്രസിദ്ധനെന്നും, രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധനാണെന്നും. തരുണി കുലമണിക്ക് രമണനെന്നും, സുന്ദരിമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണെന്നും. തരണി ഗണമുടയ പുരുഷനെന്നും, അതായത് വളരെ സ്ത്രീകൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു പുരുഷനാണെന്നും. പൊരുതുവതിന് ഇതരരാം ബിരുദനെന്നും, പൊരുതാനാണെങ്കിലോ യുദ്ധം ചെയ്യാനാണെങ്കിൽ വളരെ മിടുക്കനെന്നും. പടുതരം അമരരാൻ ഭരിതനെന്നും, പടുതരാം വളരെ സമർത്ഥരായ ദേവന്മാരെക്കാൾ മികച്ചവനാണെന്നും. ഇത്തരമുള്ളൊരു ഗർവ് ശമിപ്പാൻ ഇത്തിരി പാകം വന്നേ തീരും. ഇത്രയും അഹങ്കാരം അവൻ്റെ ഉള്ളിലുണ്ട്. ഈ അഹങ്കാരം അവനിൽ ഇല്ലാതാവണമെങ്കിൽ അല്പമൊക്കെ ഒന്ന് ശമിച്ചേ പറ്റും അവൻ്റെ ഉള്ളിലെ അഹങ്കാരം. അപ്പം ഇത്രയും ഭാഗം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ചോദിക്കാവുന്നതാണ്. യുദ്ധം ചെയ്ത് തളർച്ച വരുമ്പോൾ ബുദ്ധിയിൽ നല്ല വിവേകം ഉണ്ടാവും. ഇപ്പൊ അവനെ ഇങ്ങനെ പെട്ടെന്നൊരു വരം കൊടുത്തുകൂടാ, യുദ്ധം ചെയ്തിട്ട് വേണം അവന് വരം കൊടുക്കുക. അപ്പൊ ബുദ്ധിയിൽ നല്ല വിവേകം ഉണ്ടാകും. പാരം വന്നപ്പോൾ അതിനൊരു ഉദാഹരണം, അതായത് നമ്പ്യാരുടെ കവിതാരീതിയുടെ പ്രത്യേകതയാണ്, വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പാരം വന്ന് പഴുത്തോരകിടിന് നീരും കെട്ടി ഉറച്ച് ചമഞ്ഞാൽ, ക്ഷാരം വച്ച് പഴുപ്പിച്ചവിടെ ദ്വാരം വന്ന് മൃദുത്വം വന്നാൽ, വ്യാധി എടുത്ത് കളഞ്ഞതിനകമേ ശോധന വന്നാൽ ഉടനെ തന്നെ വരളാനുള്ള കുഴമ്പും അതിന്മേൽ. പഴുക്കുന്ന മുറിവില്, പഴുത്ത് നീര് കെട്ടിയിരിക്കുന്ന മുറിവിൽ ചാരം വച്ച് കെട്ടി പഴുപ്പിച്ചതിനെ പൊട്ടിച്ചു കളയണം. പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം ആ ഒരു എന്തായാലും അവിടെ ഒരു മുറിവുണ്ടാകുമല്ലോ, ആ മുറിവിനകത്ത് മരുന്ന് പുരട്ടി അതിനെ ഉണക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ ശരീരത്തിലുണ്ടാകുന്ന വ്രണം എങ്ങനെയാണോ ശമിപ്പിക്കുന്നത്, ആ രീതിയിൽ ഇത്രയും അഹങ്കാരം മുഴുത്തിരിക്കുന്ന അവന്റെ മനസ്സിലെ അഹങ്കാരത്തിനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് വേണം അവന് വരം കൊടുക്കാൻ എന്നാണ് പറയുന്നത്. തരളാംബുജ ദളനയനെ, നിന്നോട് കുരള പറഞ്ഞിട്ട് എന്തൊരു കാര്യം? കുരള കള്ളം. നിന്നോട് കള്ളം പറഞ്ഞിട്ട് എന്താണ് കാര്യം? നീ തരളാംബുജ ദളനയനയാണ്. തരളമായ അംബുജത്തിന്റെ ദളം പോലെ ഉള്ളവളാണ്. തരളമായ അംബുജം, താമരയുടെ ഇതൾ പോലെയുള്ള നയനങ്ങളോടുകൂടിയുള്ളതാണ്. നിന്നോട് ഞാനിതാ ഇക്കാര്യം തുറന്ന് പറയുന്നു. ദുഷ്ടുകിടക്കും വരട്ട് വ്രണമത് പൊട്ടും പിന്നെയും ഒരു സമയത്തിൽ. അതായത് ഇപ്പോൾ അവന്റെ മനസ്സിലെ അഹങ്കാരം നീക്കിക്കളഞ്ഞില്ലെങ്കിൽ ഇത് പിന്നൊരു സമയത്ത് കൂടുതലായിട്ട് അത് പുറത്ത് വരും. ഒട്ടും വൈകാതെ അവനോട് യുദ്ധം പെട്ടെന്ന് അത് കണ്ടാലും ഞാൻ പെട്ടെന്ന് അവനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എലിയെ പോലെ ഇരിക്കുന്ന, അപ്പം നീ നോക്കിക്കോ, ഈ എലിയെ പോലെ ഇരിക്കുന്ന തപസ് ചെയ്യുന്ന പാവം പോലെ തോന്നിക്കുന്നവൻ പുലിയെ പോലെ വരുന്നത് കാണാം. നോറ്റ് വിശന്ന് കിടക്കും ഫൽഗുനൻ ഏറ്റു വരുമ്പോൾ ഭൂമി കലുങ്ങും. അതായത് ഇവൻ യുദ്ധം ചെയ്യാൻ മിടുക്കനാണ്. അപ്പോൾ എന്നെ ഒന്ന് അല്ലെങ്കിൽ ആരോടെങ്കിലും യുദ്ധം ചെയ്യാൻ അവനിങ്ങനെ ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഭൂമി കുലുക്കിക്കൊണ്ടായിരിക്കും അവന്റെ വരവ്. കാറ്റിൻ മകനുടെ സഹോദരനാണെന്ന് അവൻ കാട്ടിത്തരുകയും ചെയ്യും. അതായത് കണ്ടോളൂ, അവനുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നത്. ഇനി പറയുന്നത്, കാട്ടാളാകൃതി കൈക്കൊണ്ട് ഞാൻ വേഷം മാറി നടക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ അവനോട് സമരം കൂട്ടുന്നതിനൊരു സംഗതി ഉണ്ടാക്കും. മട്ടോലും മൊഴിയാളെ, മനോഹരമായ തേൻ വഴിയുന്ന വാക്കുകൾ പറയുന്നവളെ സുന്ദരി, നീയും കാട്ടാള വേഷം എടുക്കുക. എന്നിട്ട് നമ്മുടെ കൂട്ടരായ ഭൂതഗണങ്ങൾ എല്ലാവരും നമ്മുടെ ഒപ്പം കാട്ടാളന്മാരായിട്ട് വരണം. എന്നിട്ട് ഇനി ഭൂതഗണങ്ങളുടെ പേരാണ് പറയുന്നത്, അത് പ്രാധാന്യമുള്ളതല്ല. അപ്പൊ അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്താണ് പെട്ടെന്ന് വനചാരികളാവണം, വനത്തിലെ കാട്ടാളന്മാരെ പോലെ ആവണം. ശ്വാക്കളായി ചിലർ ഒട്ടുകുരച്ച്, പിന്നെ കുറച്ചു പേര് നായ്ക്കളായിട്ട് കുരച്ച് നടക്കണം. കുറച്ചു പേര് പോർക്ക് പോലെ നടിക്കണം. അതായത്
നിങ്ങൾ പല രീതിയിൽ മാറണം. നിങ്ങളുടെ രൂപം കാട്ടുപന്നികളായിട്ടും പട്ടികളുമായിട്ടൊക്കെ മാറണം. വെക്കം അമ്പോട് നടപ്പിന് ശേഷം തക്കം ഇന്ന് മമ വേട്ടകളാടാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ വേട്ട തുടങ്ങാം എന്നവരോട് പറയുന്നു. ഇങ്ങനെ അരുളി ചെയ്തിട്ട് പെട്ടെന്ന് മഹേശൻ എന്ത് ചെയ്തു? ശിവൻ ഒരു വനചരനായി മാറി. തത്ര സുവർണക വർണ്ണ ശരീരൻ, അതായത് സ്വർണത്തിന്റെ കാന്തിയോടുള്ള ശരീരത്തോടു കൂടിയവനായിട്ട് മാറി. അപ്പോൾ ശിവനെ അല്ലാതെ കാർമേഘ വർണ്ണനായി നീലവർണ്ണത്തോടു കൂടിയവനായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പെട്ടെന്ന് സ്വർണ്ണ നിറമുള്ള ശരീരമുള്ളവനായി മാറി. ജട പിടിച്ചിരുന്ന മുടി നല്ല സുന്ദരമായ തലമുടിയായിട്ട് മാറി. ഇതും നമുക്കൊരു ചോദ്യം. ശിവനുണ്ടായ മാറ്റങ്ങൾ. നിടില തിരുമിഴി തിലകമത, അതായത് ശിവന്റെ 3 തൃക്കണ്ണാണ് നെറ്റിയിലുള്ളത്. അത് തിലകമായിട്ട് ഒരു പൊട്ടായിട്ട് മാറി. ഫണിമാലകൾ പീലികളായി, അതായത് അദ്ദേഹത്തിന്റെ മുടിയിൽ ഫണികൾ ചുറ്റിയിരിക്കുന്നുണ്ട്. അത് പീലികളായിട്ട് മാറി. ഫണിപതി വാസുകി കടകമതായി. അതുപോലെ ഫണിപതി പാമ്പുകളിലെ ഏറ്റവും പ്രധാനിയാണ് വാസുകി. ആ വാസുകി അദ്ദേഹത്തിന് കടകമായിട്ട് മാറി. കടകം തോൾവളയായിട്ട് മാറി. അസ്ഥികൾ ശംഖാഭരണമായി. അപ്പൊ ശിവന്റെ രൂപത്തിൽ എപ്പോഴും ഈ അസ്ഥികൾ കലർന്ന മാല ഇടുമല്ലോ, അതൊക്കെ സ്വർണ്ണാഭരണമായിട്ട് മാറി, ശംഖാഭരണമായിട്ട് മാറി. അത്തൊഴിൽ കണ്ടാൽ എത്ര മനോജ്ഞം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സുന്ദരനായ ഒരു രൂപമായിട്ട് ശിവൻ മാറി. കരിത്തോൽ നല്ല കറുത്ത ദുഗൂലം, കരിന്തോലാണ് അണിഞ്ഞിരിക്കുന്നത് ശിവൻ, പക്ഷെ അത് കറുത്ത പട്ടായിട്ട് മാറി. വരിത്തോൽ ഭുജംഗം പൊന്നരഞ്ഞാണം. ഇനി ശിവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു അടയാളങ്ങളെല്ലാം ഒരു കാട്ടാളന് അനുയോജ്യമായിട്ട് മാറുകയാണ്. വെൺമഴു, ശൂലം, ചാപം, ശരം ഇവയെല്ലാം പുനരങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇതിൽ വെൺമഴുവായി കയ്യിൽ, പിന്നെ ശൂലം, ചാപം, ശരം ഇതൊക്കെയാണ് കയ്യിൽ നിറഞ്ഞത്. കുന്നിൻ മകളും അതുപോലെ, അതായത് പാർവതിയും അതിന് അനുകൂലമായി കുന്നിക്കുരുമാല അണിഞ്ഞ് ഒട്ട് കറുത്തൊരു കറുത്തൊരു വസ്ത്രമൊക്കെ അണിഞ്ഞ് അതൊരു കൊട്ടയെടുത്തൊരു അതിലൊരു കോലുമൊക്കെ കയ്യിലെടുത്ത് ശങ്കരഭാമിനി കൈകളിലത ശംഖും ഉടവുകൾ കൊണ്ട് നിറച്ചു. അതായത് അവിടെ ശംഖുമാലയും കുപ്പിവളകളും ആണ് ഇട്ടത്. മെച്ചപിയുന്നൊരു കൈവിരൽ നിറയെ പിച്ചള മോതിരങ്ങൾ, അതായത് ഒരു ശരിക്കുള്ള ഒരു കാട്ടാള സ്ത്രീയായിട്ട് പാർവതി മാറി. അപ്പൊ ഇത് ചോദ്യം ശിവന്റെയും പാർവതിയുടെയും രൂപമാറ്റം ചോദിക്കും. എന്നിട്ട് ഇവരെല്ലാവരും കാനനത്തിലൂടെ നടന്നു തുടങ്ങി, വേട്ടകൾ തുടങ്ങി. കറുത്ത പട്ടുകൾ ഉടുത്ത് ആണ് ഇവർ നടക്കുന്നത്. ഉരത്ത കാർമുകമുണ്ട്, അതായത് വലിയൊരു വില്ലും കയ്യിലുണ്ട്. കടുത്ത പന്നികൾ, പോത്തുകൾ, ഇങ്ങനെയുള്ള ആനകൾ തുടങ്ങി പല മൃഗങ്ങളും അതിൻ്റെ ആ കാട്ടിലുണ്ട്. അപ്പോൾ ഇത് ഈ കാട്ടാളന്മാർ അല്ലെങ്കിൽ ഭൂതഗണങ്ങൾ കാട്ടാളന്മാരായിട്ടും പല ജീവികളുമായിട്ട് വേഷം മാറി ഇവരോടൊപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാട്ടാളന്മാർ തമ്മിലുള്ള സംസാരമാണ് ഇനിയുള്ളത്. അതായത് കാട്ടാളന്മാർ പറഞ്ഞ് ചിരിച്ചതാണ് ഇനി ഉള്ളത്. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അപ്പൊ നായയായിട്ട് മാറിയ ഒരു കാട്ടാളൻ പറയുകയാണ്, പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം. പണ്ട് പാണ്ഡൻ നായ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ഒരു മിടുക്കനായ ഒരു പട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അവന്റെ ശൗര്യം ഒരുപാട് കുറഞ്ഞു. പഴയതുപോലെ വേട്ടയാടാനൊന്നും അവന് പറ്റില്ല. പണ്ടേ അവൻ ഒരു കടി കൊണ്ട് ആരെ കൊന്നു? ഒരു പുലിയെ കണ്ടിച്ചു. ഒരു കടിയിൽ പുലി 2 കഷ്ണമായി പോയി. കാളൻ നായയും കാട്ടിൽ വരുമ്പോൾ കോളല്ലാതെ ഒരു പേടി തുടങ്ങി. അപ്പോൾ കാളൻ നായ്ക്ക്, അത് മറ്റൊരു നായയാണ്, അതിനാണെങ്കിൽ കാട്ടിലെത്തുമ്പോൾ തന്നെ ഇപ്പൊ പേടിയാണ്. വീട്ടിൽ വരുന്നവരെ പലരെയും കടിച്ച ഒരുവനെ ഞാൻ കൂട്ടിലാക്കി. അപ്പോൾ വീട്ടിൽ വരുന്നവരെയൊക്കെ കടിക്കുന്ന വേറൊരു പട്ടിയുണ്ടായിരുന്നു, അവരെ ഞാൻ കൂട്ടി. ഇതൊക്കെ പറയുന്ന ആരാണ്? നടന്നു പോകുന്ന കാട്ടാളന്മാരാണ്. പിന്നെ കഞ്ഞി കൊടുക്കാൻ നേരത്ത് മാത്രമേ അതിനെ വിളിക്കൂ. അപ്പോൾ കഞ്ഞി കൊടുക്കാൻ വേണ്ടി വെള്ളു വാ എന്ന് ഞാൻ വിളിച്ച അവൻ തൊള്ളയും തുറന്ന് പാഞ്ഞു വരും. അവന് കഞ്ഞി കൊടുക്കാൻ പോലും ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കാറ്റും കൊണ്ട് എപ്പോഴും ഉമ്മറത്ത് തന്നെ കിടക്കും. അപ്പോൾ കാറ്റും കൊണ്ട് അവൻ എപ്പോഴും അങ്ങനെ കൂറ്റനായിട്ട് ഉമ്മറത്ത് തന്നെ കിടക്കും. തിന്മാൻ ഇല്ല, ഒന്നിനു പോലും നമ്മുടെ വീട്ടിൽ കാണുവാനില്ല. തിന്നാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വീട്ടിനൊരു ഉപകാരവും ഈ നായയെ കൊണ്ട് ഇല്ല. അപ്പോൾ വേറൊരു കാട്ടാളൻ പറയുന്നത്, എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു വണ്ണം വാഴ പോലെ ഉള്ള തടിച്ച ഒരു പൊണ്ണൻ നായയുണ്ട്. അവന് വീട്ടിലെ അണ്ണന് മാത്രമാണ്, ചേട്ടന് മാത്രമാണ് ചോറുള്ളത്. പക്ഷെ അയാളാണെങ്കിൽ ഉണ്ണുമ്പോൾ വലിയൊരു ഉരുള അവന് കൊടുക്കും, പന്നി ഇറച്ചി കൊടുക്കും. അപ്പോൾ അവനെ കൊണ്ട് ഒരു പൊറുതിയില്ല. കുറ്റിച്ചെവിയൻ വേറൊരു നായുണ്ട്, അവനെ കുറ്റം പറയാനും കാണാനില്ല. വേട്ടയ്ക്കായി വിളിക്കുമ്പോൾ ചേട്ടക്കാരന് ചെവി കേടാം. അതായത് വേട്ട പോക്കി പോകാൻ വാ എന്ന് വിളിക്കുമ്പോൾ ആ പട്ടിക്ക് ചെവി കേൾക്കില്ല.
വേട്ടക്കാർക്ക് വിളിച്ചു കൊടുത്താൽ ചേട്ടൻ കേട്ടാൽ കലശൽ കൂട്ടും. എന്നാൽ ഇവനെ എടുത്ത് ഈ പട്ടിയെ എടുത്ത് വേട്ടക്കാർക്ക് കൊടുക്കാന്ന് വിചാരിച്ചാൽ ചേട്ടൻ കേട്ടാൽ അത് പ്രശ്നമാക്കും. ഇങ്ങനെ കാട്ടാളന്മാര് പറഞ്ഞു ചിരിച്ച്, അതായത് ചിത്തിരസേന എന്ന് പറയുന്നത് ആരെയാണ്? ഈ കാട്ടാളന്മാരുടെ സേനയാണ്. അവര് പറഞ്ഞും ചിരിച്ചും ചാടിയും ബന്ധപ്പെട്ട് നടന്ന് വരുന്ന മൃഗങ്ങളെയൊക്കെ കുത്തിക്കൊന്നും ചത്ത മൃഗങ്ങളെ കെട്ടി അവര് തലയിലെടുത്ത്, പിന്നെ മത്ത ഗജത്തെ ചെന്ന് തടുത്ത്, മതിച്ചു വരുന്ന ആനയെ തടുത്ത്, വരയം പുലിയെ ചുരുകികൾ കൊണ്ടും കരടി മൃഗത്തെ അവരുടെ കയ്യിലുള്ള ഇരുമ്പുലക്ക കൊണ്ട് അടിച്ചും ദന്തികുലത്തെ കുന്തം കൊണ്ടും ആനകളെ കുന്തം കൊണ്ട് കുത്തിയും ബാലമൃഗത്തെ വേലുകൾ കൊണ്ടും വേറെ ഉള്ള ചെറിയ മൃഗങ്ങളെ വേലുകൾ കൊണ്ടും ഒക്കെ കുന്തം കൊണ്ടും ഒക്കെ കുത്തി, വ്യാഘ്രകുലത്തെ ചക്രം കൊണ്ട്, വ്യാഘ്രം കടുവകളെയൊക്കെ ചക്രം കൊണ്ട് കൊല്ലുന്നു, വ്യാളമൃഗത്തെ വാളുകൾ കൊണ്ടും, മർക്കടരെ കർക്കട കൊണ്ടും, കർക്കട ഞണ്ടിനെ എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നവർക്കാണ് മർക്കടന്മാരുടെ നേരെ, കുരങ്ങന്മാരുടെ നേരെ. അങ്ങനെ ഗന്ധമൃഗം വെരുകിനെ അവർ ഗത കൊണ്ട് അടിക്കുന്നു. ഖഡ്ഗമൃഗത്തെ കാണ്ടാമൃഗത്തെ കണ്ടം കൊണ്ടും വാളുകൊണ്ടും, കണ്ടീരവരെ മിശ്രണിൽ കൊണ്ടും, കണ്ടീരവർ സിംഹത്തിനെ മറ്റൊരു ആയുധം കൊണ്ടും, കാടും പടലും കടുത്തില കൊണ്ടും തെരുതെരെ അങ്ങ് വധിച്ചു തുടങ്ങി. അങ്ങനെ എല്ലാ മൃഗങ്ങളെയും കൊന്നുകൊന്നാണ് ഈ കാട്ടാളന്മാർ മുന്നോട്ട് പോകുന്നത്. തടിയൻ പന്നിയെ വെടിവെയ്പ്പാനായി ഒരുവൻ ചെന്നൊരു പടലിൽ ഒളിച്ചു. എന്നിട്ട് ഒരു പന്നിയെ കണ്ടു. അപ്പൊ അതിനെ വെടിവെയ്പ്പാനായിട്ട് അവ വേറൊരുത്തൻ ഒളിച്ചിരിക്കുന്നു. അപ്പൊ പടലിൽ കണ്ടത് പന്നി അതെന്നൊരു ഭടനൊരു വെടിയും വെച്ചാലുടനെ തടിയൻ വെടി കൊണ്ട് അവിടെ മറിഞ്ഞു. അതായത് വെടി വെച്ചു, പക്ഷെ അവൻ ആ പന്നി അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഓടിച്ചെന്നത് വെടിവെച്ചവനും മർക്കടനല്ലവൻ, അയ്യോ നമ്മുടെ മക്കളുടെ മാതുലൻ ഇങ്ങനെ കർമ്മം മലയൊരു ദിക്കിൽ ചെന്ന് വലയും കെട്ടി പാർക്കുന്ന നേരം. ഇവരുടെ അസ്ത്രങ്ങൾ അവരെ പ്രയോഗിക്കുന്ന രീതിയും അപ്പോൾ അതിനെയൊക്കെ അദ്ദേഹം കളിയാക്കുകയാണ്. അതായത് ഈ ഒരു ഭാഗത്ത് അന്നത്തെ കാലത്ത് പടയ്ക്കിറങ്ങുന്നത് യാതൊരു ആയുധ അഭ്യാസവും ഇല്ലാത്ത ആളുകളാണ്. രാജാവിന് യുദ്ധം വന്നു കഴിഞ്ഞാൽ അന്ന് ആരോഗ്യമുള്ളവരെല്ലാം പടയിൽ ചേരണം എന്നായിരിക്കും പെട്ടെന്നൊരു നിയമം വരിക. അങ്ങനെ ആളുകൾ പടയ്ക്ക് ചേരും. പക്ഷേ അതുപോലെ അവർക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് അവരെ കളിയാക്കാനാണ് ഈ ഭാഗം ഉപയോഗിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് മൃഗങ്ങളെ ഒന്നും ടാർഗറ്റ് ചെയ്ത് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. വലയിൽ വലഞ്ഞത് കണ്ട് മലയിലൊരു അമ്പ് പ്രയോഗിച്ചു. അപ്പോൾ ഒരു ഫലമില്ലാതെ തലയിൽ കൊണ്ട് തറച്ച്, അപ്പം വേറൊരുത്തൻ്റെ തലയിൽ അത് കൊണ്ട് തറച്ചത് മരിച്ചു. നായന്മാരുടെ നായാട്ടിങ്കൽ അപായം പലവിധം ഇങ്ങനെയുണ്ട്. അവിടെ കളിയാക്കുകയാണ്. അതായത് നായന്മാരാണെന്ന് പടജനങ്ങളായിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ ആ നായാട്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആയതിനൊന്നും സംഗതിയില്ല. വിനായക ജനകൻ കളിയാടുമ്പോൾ ഇനി വിനായകന്റെ അച്ഛൻ പരമശിവൻ വരുമ്പോൾ ഇതിനൊന്നും ഇങ്ങനെയൊന്നും അല്ല ഇത് നടക്കാൻ പോകുന്നത്. അപ്പൊ കാട്ടാള രാജാവും രാജ്ഞിമാരൊക്കെയാണ് ശിവനും പാർവതിയും കൂട്ടാളി വൃന്ദത്തോടെ അവിടെ വന്നിട്ട് അവര് കുന്തികുമാരന്റെ അരികിൽ ചെന്നു. കുന്തികുമാരൻ ആരാണ്? അർജുനന്റെ അരികിലേക്ക് ചെന്നു. തടിച്ചൊരു പന്നി വേഷം നടിച്ചൊരു മൂകാസുരൻ ഇന്ദ്രന്റെ ആജ്ഞ അനുസരിച്ച് ഒരു തടിച്ച പന്നിയുടെ രൂപത്തിൽ, അതായത് ഇന്ദ്രന്റെ മകനാണ് അർജുനൻ, എന്നാൽ പോലും അർജുനന്റെ തപസ് കൊണ്ട് തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന ഇന്ദ്രൻ ഒരു മൂകാസുരനെ വിളിച്ചിട്ട് ഒരു പന്നിയുടെ രൂപത്തിൽ പോയി അവനെ ആക്രമിക്കാൻ പറയുന്നു. അങ്ങനെ പന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാൻ മൂകാസുരൻ വരുന്നു. ഇത് കണ്ട് ഈ പന്നിക്കൂറ്റന്റെ ശബ്ദം കേട്ട് കരുത്തുള്ള അർജുനന്റെ ചെവികളിൽ, അദ്ദേഹം തപസ്സിലാണെങ്കിലും ഗുരുത്വമുള്ളവനാണല്ലോ അർജുനൻ, അദ്ദേഹത്തിന് പെട്ടെന്ന് നോക്കി അദ്ദേഹം ഈ ശത്രുവിനെ കണ്ടു. ചതിച്ച് നമ്മെ കൊല്ലാൻ വരുന്നത് മൂഢനാണ്, വധിപ്പാൻ വരുന്നവനെ വധിച്ചാൽ ഗുരുനാഥൻ വിധിച്ച കർമ്മങ്ങൾക്ക് വിരുദ്ധവുമില്ല. എന്നിട്ട് വിചാരിക്കണം എന്നെ കൊല്ലാൻ വരുന്നവനെ എനിക്ക് കൊല്ലാം, അപ്പൊ അതിന് യാതൊരു തടസ്സവുമില്ല എന്ന് ചിന്തിച്ചിട്ട് പടുത്വമോടെ വളരെ മിടുക്കോടെ ഇങ്ങനെ ചിന്തിച്ച് ഗാന്ധീവം, അർജുനന്റെ ആയുധമാണല്ലോ, വില്ലാണല്ലോ, ഗാന്ധീവം കയ്യിലെടുത്തിട്ട് നല്ലൊരു ബാണം തൊടുത്ത് കോപം നടിച്ച് നല്ലൊരു ബാണം എടുത്ത് അങ്ങ് വലിച്ചു. ഇത് ബാണം ചെന്ന് ആ പന്നിയുടെ ദേഹത്ത് കൊണ്ടു. അവന്റെ പ്രാണം തന്നെ പോയി. അതായത് അവന്റെ ദേഹത്തേക്ക് വീണ്ടും ഈ ജീവൻ വേർപെട്ട് പോകാൻ വേണ്ടി അവന്റെ പൃഷ്ഠഭാഗത്ത് വീണ്ടും ഒരു ബാണവും കൂടെ അയച്ചു. പൃഷ്ഠേ ചെന്ന് തറച്ചൊരു ബാണം പൃഷ്ഠം തടുതി പിളർന്ന് തിരിച്ചു. അവന്റെ പിൻഭാഗം പന്നിയുടെ രൂപത്തിൽ വന്ന മൂകാസുരന്റെ പിൻഭാഗം പിളർന്നു. അപ്പൊ കിരീടി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അതായത് അർജുനന്റെ അവന്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അവിടെ അടുത്തൊരു കാട്ടാളൻ നിൽപ്പുണ്ട്. ആരുടെ അടുത്ത്? പന്നിയുടെ അടുത്ത്. അയാൾ കയർക്കാൻ തുടങ്ങി, വഴക്കുകൾ കൂടാൻ തുടങ്ങി. എന്താണ് വഴക്ക് കൂടുന്നത്?
നമ്മുടെ ബാണം മോഷ്ടിപ്പാനോ ദുർമതി വന്ന് തപം ചെയ്യുന്നു. നാണമില്ലേ ദുഷ്ട, നീ ഞാനാണ് ഈ പന്നിയെ കൊന്ന് അതിന്റെ നേരെ ബാണം അയച്ചത്, അസ്ത്രം അയച്ചത്. അതെടുക്കാൻ വേണ്ടിയാണോ നീ ഇവിടെ തപസ് ചെയ്യുന്നത്? നീ കള്ളനാണോ? അമ്പുകളില്ല നിനക്കെന്നാൽ അതിന് അമ്പുകൾ കൊണ്ട് വരുത്തിക്കോ നീ. നിനക്ക് അമ്പ് വേണമെങ്കിൽ നീ വേണമെങ്കിൽ ആരുടെയെന്ന് വാങ്ങിച്ചോ. അമ്പോട് നമ്മോട് യാചിച്ചാൽ 10-50 കണകൾ തരുന്നുണ്ട്. എന്നോട് വളരെ സ്നേഹത്തോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് 10-50 കണകൾ അമ്പുകൾ വേണമെങ്കിൽ നിനക്ക് സൗജന്യമായിട്ട് തരാം. കട്ട് കവർന്നാൽ ഉടനെ തന്നെ വെട്ടും തരുമെന്ന് സംശയമില്ല. പക്ഷേ എന്നിട്ട് സ്വഭാവം മാറ്റരുത്. നീ ഇത് കട്ട് കവരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ നിന്നെ വെട്ടും. ഹള്ളു നനച്ചുക കണ്ണു അടച്ച്, ഹള്ളെന്ന് പറഞ്ഞാൽ അഹങ്കാരം, കണ്ണു അടച്ച് കള്ളൻ നിന്ന് തപസ് ചെയ്യുന്നു. കൊള്ളാം, നിന്നെ പോലുള്ള തപസ് ചെയ്യുന്നവർ കൊള്ളാം. കള്ളനാണ് നീ. കണ്ണടച്ച് തപസ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ അമ്പ് പിടിച്ചു പറിക്കലാണ് നിന്റെ ജോലി. കൊള്ളാം, ഇത് ഇന്നിഹ വഴിപോക്കർക്കുള്ള ധനങ്ങൾ പിടിച്ചു പറിപ്പാൻ പകൽ കഴിവോളം കപ്പാനെങ്ങും കഴിവില്ലാഞ്ഞത് അബോധന ഭാവം. അപ്പൊ നീ ഇത് പകല് കഴിവോളം നിനക്ക് കപ്പാൻ എന്ന് പറഞ്ഞാൽ കവർന്നെടുക്കാൻ പറ്റാത്തതുകൊണ്ട്, പകലൊന്നും നിനക്കിത് മോഷ്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് തപോധന ഭാവം പൂണ്ട്, തപസ് ചെയ്യുകയാണെന്ന ഭാവം പൂണ്ട് നീ എന്ത് ചെയ്യുന്നു? അർക്കൻ പോയി മറഞ്ഞ സമയത്ത്, അർക്കൻ സൂര്യൻ മറയുന്ന വൈകുന്നേരം ആവുമ്പോൾ ദിക്കുകൾ തോറും നടന്ന് നീ മോഷണത്തിനായി, തസ്കരണത്തിനായി നീ സമയം നോക്കും. തസ്കരണം, മോഷണം. ഇനി കവർച്ചകൾ പലത്. എന്നിട്ട് നീ ദിനേശൻ ഉദിക്കും മുമ്പ്, രാത്രി മോഷ്ടിച്ചിട്ട് രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് വന്ന് കുളിച്ച് വീണ്ടും കണ്ണു അടച്ചിരുന്ന് പാവം പോലെ ഇരുന്ന് ധ്യാനിക്കുക. അതാണ് നിന്റെ രീതി. അപ്പൊ ഇനി കവർച്ച പല രീതിയിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നതും ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. പൊന്നുള്ള ഇടം, പണമുള്ള ഇടം. ചില കള്ളന്മാർക്ക് പൊന്നുള്ള സ്ഥലങ്ങളായിരിക്കും ഇഷ്ടം, അവിടെ ചെന്ന് മോഷ്ടിക്കും. പണമുള്ള സ്ഥലങ്ങളായിരിക്കും ചിലർക്ക് ഇഷ്ടം, അവിടെ പോയി മോഷ്ടിക്കും. പെണ്ണുള്ള ഇടം, ചിലർക്ക് പെണ്ണുങ്ങളായിരിക്കും ഇഷ്ടം, അവിടെ പോയി അവരെ ഉപദ്രവിക്കും. നിലവ് നിനക്ക് എന്തെല്ലാവരുടെ കഷ്ടം, നീ എന്താണടാ ഇങ്ങനെ ആയിപ്പോയത്? നാണം കൂടാതെ അയ്യോ നമ്മുടെ ബാണം കട്ടവനെ ഏതിൽ കൂട്ടും. പക്ഷെ ഇങ്ങനെ ഒരു കള്ളനെ ഞാൻ കണ്ടിട്ടില്ല, അമ്പ് മോഷ്ടിച്ച കള്ളനെ ഞാൻ കണ്ടിട്ടില്ല. നീ ആണുങ്ങൾക്ക് പിറന്നവനാണെങ്കിൽ പ്രാണനേക്കാൾ വലുതാണടേ നാണം എന്ന് പറയുന്നു. ഇത്രയും വാക്കുകൾ കേട്ടപ്പോൾ ക്രോധം എന്ന് ഇത് അറിയാലോ. അർജുനനാണെങ്കിൽ ഇഷ്ടംപോലെ ബാണങ്ങൾ, പലതരം ദിവ്യാസ്ത്രങ്ങളുള്ള അർജുനൻ ഇത് കേട്ടപ്പോൾ കോപം വന്നിട്ട്, നില്ലട വേട നിന്നുടെ പല്ലുകൾ തല്ലി ഉതിർപ്പാൻ ഞാൻ മതിയാ, നില്ലട വേട അവിടെ നിന്റെ പല്ല് ഞാനിപ്പോ തല്ലി പൊഴിക്കും, ഇല്ല സംശയം എന്ന് പറഞ്ഞിട്ട് നല്ല ബാണം എടുത്ത് ശിവന്റെ നേർക്ക് വിട്ടു. കിട്ടത വിട്ടു. മുല്ലശരാരി എന്നിവിടെ പറയുന്ന മുല്ലശരൻ കാമദേവന്റെ ശത്രുവാണ് ശിവൻ. ശിവന്റെ നേർക്ക് ബാണം അർജുനൻ തൊടുത്തു. തെല്ലും പഴുതാതെ അവനുടെ നേരെ ചെല്ലുന്നത് കണ്ട് അമ്പരചാരികൾ, അമ്പരം ആകാശത്തുള്ള ദേവന്മാര് ഈ അസ്ത്രം ശിവന്റെ നേർക്ക് ചെല്ലുന്നത് കണ്ട് അവർ അല്ലൽ മുഴുത്ത്, സങ്കടം മുഴുത്ത് അവർ വരണ്ടു. എന്നിട്ട് അന്തകവൈരി ആരാണ്? ശിവൻ ഒട്ടും കുലുങ്ങിയില്ല. ശിവൻ എന്ത് ചെയ്ത് കയ്യിലുണ്ടായിരുന്ന വില്ലിന്റെ മുന കൊണ്ട് വന്ന ബാണത്തിന്റെ അറ്റം തല്ലി ഓടിച്ചു. അപ്പോൾ ദേവന്മാര് ഭയക്കുന്നത് അർജുനന് ശിവന് എന്തെങ്കിലും ആപത്തുണ്ടാവുമോ എന്ന്. പക്ഷെ ശിവന് യാതൊരു ഭയവുമില്ല. എന്നിട്ട് വീണ്ടും പരുഷത്തോടെ, അതിയായ ദേഷ്യത്തോടു കൂടി വീണ്ടും ശരങ്ങൾ അല്ലെങ്കിൽ ചറ പറയുന്ന ശരങ്ങൾ ശിവന്റെ നേർക്ക് അയക്കുകയാണ് അർജുനൻ. അതിശയം അവനുടെ ശരനികരത്താൽ കതിരവൻ സൂര്യന്റെ കിരണങ്ങൾ പോലും മറഞ്ഞു പോകുന്ന രീതിയിൽ അർജുനൻ ശരങ്ങൾ അയക്കുകയാണ്. നാടു നടുങ്ങി, എല്ലാ 4 ദിക്കും നടുങ്ങിപ്പോയി, മൃഗങ്ങൾ പോയി, മലകൾ കുടുങ്ങി. ആകപ്പാടെ ഇവരുടെ ഈ ഒരു യുദ്ധം കണ്ടു നിന്ന പാർവതി കലഹം ശമിപ്പിക്കാനായി പല വാക്കുകളും പറഞ്ഞിട്ട് അത് ഫലമില്ലെന്നോർത്ത് പിന്മാറി. ഇതിനുശേഷം മലർമകൾ, അതായത് ഭർത്താവിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നാണ് ഇവിടെ പാർവതിയുടെ ഭയം. അതുകൊണ്ട് തന്നെ അവൾ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ അതൊരു ശാപമാകാം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാകാം. അവൾ പറയുന്നു, ഈ അർജുനൻ എടുക്കുന്ന അമ്പുകളെല്ലാം പൂക്കളായി മാറട്ടെ. വലരുപുസുതനുടെ ബാണമശേഷം, വലരുപുസുതൻ ഇന്ദ്രസുതൻ ആരാണ്? അർജുനൻ. അർജുനന്റെ ബാണങ്ങളെല്ലാം മലരാകട്ടെ, പൂക്കളാകട്ടെ എന്ന് അരുളി ചെയ്തു. മലർശരനായ മഹേന്ദ്രധനുജൻ, ഇന്ദ്രധനുജൻ, അദ്ദേഹം ഇന്ദ്രൻ പിന്നെ എടുക്കുന്ന അമ്പുകളെല്ലാം പൂക്കളായിട്ട് മാറി. ശരധിയിലൊരു, അതായത് ശരനാഴി, ഈ അമ്പുകൾ വയ്ക്കുന്ന ആവനാഴിയിൽ അമ്പുകൾ ഇല്ലാതായി. അപ്പോൾ അവൻ വീണ്ടും അമ്പുകൾ എടുക്കുമ്പോൾ ഗിരിനന്ദ ആരാണ്? പാർവതി പറയുന്നു അവന്റെ ആവനാഴിയിൽ അമ്പുകൾ ഇല്ലാതാകട്ടെ എന്ന് അരുൾ ചെയ്തു.
ഇല്ലെന്നാകിൽ ശരവും വേണ്ട നല്ലതരം പുനരെന്ന് കിരീടി എന്ന പിന്നെ ശരങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു അർജുനൻ. വില്ല് വലിച്ചത് തല്ലി തുടങ്ങി. കയ്യിലുള്ള വില്ല് കൊണ്ട് കാട്ടാളനായിട്ട് നിൽക്കുന്ന ശിവനെ തല്ലി തുടങ്ങി. ഇത് കണ്ട് ശിവന്റെ ജടയിൽ ഗംഗാനദി ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ പാർവതി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെന്താണ്, അർജുനന്റെ കയ്യിലെ അമ്പുകളെല്ലാം പൂക്കളാവട്ടെ എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ആവനാഴിയിൽ അമ്പുകൾ നിറഞ്ഞപ്പോൾ അതിൽ അമ്പുകൾ ഇല്ലാതാകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കണ്ട് എങ്ങനെയെങ്കിലും ഭർത്താവിനെ രക്ഷിക്കാനാണ് പാർവതി ശ്രമിക്കുന്നത്. അതേസമയം ശിവന്റെ ജടയിൽ ഒളിച്ചിരിക്കുന്ന ഗംഗാദേവി എന്ത് ചെയ്തു? ആ അർജുനൻ അമ്പുകൾ നഷ്ടപ്പെട്ടപ്പോൾ കയ്യിലുള്ള വില്ലുകൊണ്ട് തല്ലി തുടങ്ങി ആരെ? ശിവനെ. അതിനെ എടുത്ത് തലയിലിരിക്കുന്ന ഗംഗാദേവി വലരിപുസുതനുടെ, അതായത് വലരിപുസുതൻ ഇന്ദ്രപുത്രനാണ്, അർജുനന്റെ വില്ലിനെ എടുത്ത് പിടിച്ചു വാങ്ങി തൻ്റെ തിരയിൽ ഒളിപ്പിച്ചു. അവളുടെ ഗംഗാനദിയുടെ തിരയിൽ ഒളിപ്പിച്ചു. ചാപം പോയ സമയം വിജയൻ കോപം പൂണ്ട് മരങ്ങൾ പറിച്ചു. അപ്പോഴാണെങ്കിലോ അർജുനൻ വിട്ടുകൊടുക്കുന്നില്ല. ചാപം പോയെങ്കിൽ എന്താണ്, മരങ്ങൾ പറിച്ച് ശിവനെ അടിക്കാൻ തുടങ്ങി. താപസവന്ദിതനാകിയ ശിവനെ, താപസന്മാരാൽ പൂജിക്കപ്പെടുന്നവനാണ് ശിവൻ. താടന പീഡനം അങ്ങ് തുടങ്ങി. താടന പീഡനം അടിയും മർദ്ദനവും തുടങ്ങി. തൃക്ഷണനും, മുക്കണ്ണനാണ് ത്രീക്ഷീണനും, ത്രീക്ഷീണന് ഹരിസുതനും. മുക്കണ്ണനായ ശിവനും അർജുനനും തമ്മിൽ വൃക്ഷം കൊണ്ട് അടിച്ചും പിടിച്ചും വട്ടം തിരിയുകയും ചവിട്ടുകയും മുട്ടുകയും കട്ടയിലിട്ട് ചവിട്ടി ഉരുട്ടുക, അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ അവിടെ യുദ്ധം നടത്തുകയാണ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ഇതിന്റെ അവസാന ഭാഗത്ത് തൻ്റെ സ്വന്തം രൂപം പൂണ്ട് ഇവന് വേണ്ട ദിവ്യാസ്ത്രങ്ങൾ നൽകുന്ന ശിവനെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഇത്രയാണ്. അപ്പൊ ഇതില് നമുക്ക് 100 വാക്കിൽ കവിയാതെ ഉത്തരം എഴുതേണ്ട ഇത് വരുന്നത് കാട്ടാളന്മാർ പറഞ്ഞു ചിരിച്ചത് എന്താണ് എന്നൊക്കെയുള്ള ആ ഒരു ചോദ്യം വരാം. പിന്നെ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വരാം. അതുപോലെ ആണുങ്ങൾക്ക് പിറന്നവനാണെങ്കിൽ പ്രാണനേക്കാൾ വലുതാണല്ലോ നാണം എന്ന് പറഞ്ഞ് പരമശിവൻ അർജുനനെ കളിയാക്കുന്ന രംഗമുണ്ടല്ലോ, അമ്പ് മോഷ്ടിച്ചവൻ എന്ന് പറഞ്ഞ ആ ഭാഗമൊക്കെ സന്ദർഭം ആശയം എഴുതാനായിട്ടുള്ള വരുന്നതാണ്. പിന്നെ അർജുനനും പരമശിവനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കവി വിവരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചില ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ആശയം നിങ്ങൾ വ്യക്തമായി കേൾക്കുകയാണെങ്കിൽ ഉത്തരം കൃത്യമായി എഴുതാൻ കഴിയും. ആശയം കേൾക്കുക, വളരെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്തിന്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ടെക്സ്റ്റ് ബുക്കിന്റെ PDF എങ്കിലും കയ്യിലുണ്ടായിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ച് വേണം വീഡിയോ കാണാൻ. നിങ്ങൾ അതിനകത്ത് അണ്ടർലൈൻ ചെയ്ത് എഴുതി പഠിച്ചു പോയാൽ പരീക്ഷ സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് ഉത്തരങ്ങൾ മനസ്സിൽ ഓർമ്മ വരും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.